മെൻ്റൽ ഹെൽത്ത് വർക്ക് പ്ലേസിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് സാധാരണ HR ഒക്കെ നോക്കുന്നത് എത്ര ലീവ്സ് വന്നു, അവരെ സംബന്ധിച്ച് അതൊരു സിക്ക് ലീവ് മാത്രമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പെർഫോമൻസിലുള്ള കുറവായിരിക്കും പലപ്പോഴും നോട്ടീസ് ചെയ്യുക. അവിടെയും വരുന്നൊരു ജഡ്ജ്മെൻ്റലാണ് അല്ലേ. പലപ്പോഴും ഈ മെൻ്റൽ ഹെൽത്ത് ഒരു ഇൻവിസിബിൾ ത്രെഡാണെന്ന് നമുക്ക് പറയാം. അതൊരിക്കലും ഒരു വർക്ക് പ്ലേസിൻ്റെ ഡോറിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കത്തില്ല. ആ ത്രെഡ് അവരിൽ നീണ്ടു പോകും. അവർക്ക് എല്ലാ പേഴ്സണാലിറ്റീസും ഏതെങ്കിലും ഒരു രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അവർക്കൊരു ഫാമിലി ഉണ്ടാകും. ആ ത്രെഡ് നീണ്ടു പോകുന്നത് അവരുടെ വീടുകളിലേക്കായിരിക്കാം. അത് പലപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം. കാരണം മെൻ്റലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഒരു വേറൊരു സ്ഥലത്തോട്ട് വരുമ്പോൾ ആ മെൻ്റൽ ഡിസ്റ്റർബൻസ് മാറണമെന്നില്ല. എല്ലാവരും അതിന് എക്വിപ്റ്റും ആയിരിക്കണമെന്നില്ല. സോ ആ മെൻ്റൽ ഡിസ്ട്രെസ് പലപ്പോഴും അവർ ഇമോഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് അവർ കാണിക്കുന്നത് അവരുടെ ഫാമിലിയോടോ കുട്ടികളോടോ അല്ലെങ്കിൽ ചുറ്റിനുള്ളവരോടോ ആയിരിക്കും. ഈ പെയിനിൽ കൂടെ അവിടെയും സംഭവിക്കുന്നത് ആ ചുറ്റിനുള്ളവരും അതിൽ കൂടെ അഫക്റ്റ് ആവുകയും അതും അക്യുമുലേറ്റഡ് ആവുകയാണ്. ആ പെയിൻ അക്യുമുലേറ്റഡ് ആയി തിരിച്ച് അവരിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു തിരിച്ചൊരു റിട്ടേൺ ആയിട്ടായിരിക്കും നെക്സ്റ്റ് ഡേ അഗെയിൻ അവർ ആ വർക്ക് പ്ലേസിൽ പോകുന്നത്. അപ്പം ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീണ്ടുന്നതല്ലാതെ ആ വ്യക്തി ഒരിക്കലും ഹീൽ ആവപ്പെടുന്നില്ല. അതിൽ മോസ്റ്റ്ലി സംഭവിക്കുന്നത് ആ വർക്ക് പ്ലേസിൽ തന്നെയായിരിക്കും. അവരുടെ മീറ്റിങ്സിനെ അത് ബാധിക്കും, അതേപോലെ അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. എല്ലാ തരത്തിലും ആ കമ്പനിക്ക് തന്നെ ആ ഒരു എംപ്ലോയി ഒരു അസറ്റ് ആകുന്നതിന് പകരം അതൊരു ബുദ്ധിമുട്ടായിട്ടും ബാധ്യതയായിട്ടും മാറുകയും ഇവൻച്വലി പ്രോബബ്ലി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ദറ്റ് ആ സ്റ്റാഫിനെ എടുത്ത് കളയാനും ഒക്കെ അത് അങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുക. സോ അതിന് പകരം ഓരോ ഇൻഡിവിജ്വലും നമ്മളിതൊരു ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്ക് ലൈഫ് ഒരു കൾച്ചർ എവറി കമ്പനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല അവരുടെ പേഴ്സണൽ ലൈഫും അവരുടെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് മൂന്നും ബാലൻസ് ചെയ്യാൻ എവറി എംപ്ലോയീസിനും അത് സാധിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരികയല്ല, അതിൽ കൂടുതൽ കമ്പനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തിയും അതോടൊപ്പം ആ കമ്പനിയുമാണ് അതിൽ കൂടെ ഫ്ലറിഷ് ആവുന്നതും. സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു എസെൻഷ്യലാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ കമ്പനികളും ഇങ്ങനൊരു കൾച്ചർ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.